Hello friends, Technique Malayalamത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലെടുത്ത് വളരെ ആൻറ്റിസിപ്പേറ്റഡ് ആയ ഒരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വർഷവും റെഡ്മിൻ്റെ നോട്ട് സീരീസും വളരെയധികം ഒരു ആൻറ്റിസിപ്പേറ്റഡ് ഡിവൈസാണ്. അപ്പോൾ ഇത്തവണത്തെയും നോട്ട് സീരീസ് ഡിവൈസിൽ നോട്ട് 12 പ്രോ പ്ലസ്, നോട്ട് 12 പ്രോ, അതേപോലെ സ്റ്റാൻഡേർഡ് നോട്ട് 12 ആണുള്ളത്. അപ്പോൾ 3 ഡിവൈസസാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അതിൽ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയ റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ് 5G. അപ്പോൾ ഇതാണിത് ഡിവൈസ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഹാർഡ്വെയർ എന്തൊക്കെയാണ്, ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല, എങ്കിലും നല്ല ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ് ആയിരിക്കും. ഇത്തവണ ഒബ്വിയസ്ലി കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചും കൂടെ വില കൂടാനാണ് ചാൻസ്, കാരണം ഹാർഡ്വെയർ അത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓവറോൾ സ്മാർട്ട് ഫോൺസിൻ്റെ പ്രൈസും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ പഴയ പ്രൈസിങ്ങിലും നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 200 മെഗാ പിക്സൽ OIS ക്യാമറ, അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയ 200 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. പിന്നെ 120 വാട്ട് ഹൈപ്പർ ചാർജ് ടെക്നോളജി, ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഷോമീൻ്റെ ഫോൺസിൽ കണ്ടതാണ്. അത് എന്താ പറയുക, നമ്മൾ ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട് 120 വാട്ട് ഹൈപ്പർ ചാർജ്. അപ്പോൾ നമുക്ക് ബോക്സിൻ്റെ ബാക്കിലൊന്ന് നോക്കാം കാര്യമായ സ്പെക്സ് എന്തൊക്കെ എഴുതിയിരിക്കുന്നത്. വീണ്ടും 200 മെഗാ പിക്സൽ AI ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 120 വാട്ട് ഹൈപ്പർ ചാർജ്, 4980 mAh കപ്പാസിറ്റി ബാറ്ററി, 5020 mAh കുറവായുള്ളൂ, എങ്കിലും നല്ലൊരു കപ്പാസിറ്റിയാണ്. പിന്നെ 120 Hz AMOLED ഡിസ്പ്ലേ, 1 ബില്യൺ പ്ലസ് കളേഴ്സ്, അതായത് 10 ബിറ്റ് പാനലാണ് ഇത് വരുന്നത്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ്, ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്, അതേപോലെ തന്നെ HDR+ സപ്പോർട്ടും ഉണ്ട്. പിന്നെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ MediaTek Dimensity 1080 ചിപ്പാണ്. ഇതൊരു പുതിയ ചിപ്പാണ്, 6 നാനോമീറ്റർ പ്രോസസ്സിലുണ്ടാക്കിയ ചിപ്പാണ്. 10 5G ബാൻഡ് സപ്പോർട്ടഡ് ആണ്. ഇന്ത്യയിൽ വരുന്ന എല്ലാ 5G ബാൻഡ്സും ഇത് സപ്പോർട്ടഡ് ആണ്. പിന്നെ IP53 റേറ്റിംഗ്, ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ്, 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ലാർജ് വേപ്പർ ചേമ്പർ കൂളിംഗ് ടെക്നോളജിയും ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ കിട്ടിയിരിക്കുന്നത് 12 GB റാമും 256 GB സ്റ്റോറേജുള്ള ആർട്ടിക് വൈറ്റ് എന്ന് പറഞ്ഞ കളറാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. അൺബോക്സിങ് ചെയ്തിട്ട് ഈ ഫോണിൻ്റെ ബാക്കിയുള്ള വിശേഷം കൂടി പറയാം. ബോക്സ് നമുക്ക് പെട്ടെന്ന് തുറക്കാം. അപ്പോൾ ഇനി നമുക്കിവിടെ സീലൊന്ന് തുറക്കാം. പെട്ടെന്ന് തന്നെ തുറക്കാം. നോട്ട് 12 പ്രോ പ്ലസ് 5G. അപ്പോൾ ഇത്തവണയും ബ്ലാക്ക് ബോക്സാണ് വരുന്നത്. റെഡ്മി ബൈ ഷവമി എന്ന് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. നമുക്ക് ഒരു മാനുവലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ളത് ഉണ്ടത്, ഇതിനകത്ത് ടൈപ്പ് സി പോർട്ടും, പിന്നെ ഇതിനകത്ത് വരുന്നില്ല മൈക്രോ SD കാർഡ് വരുന്നില്ല, 2 സിം കാർഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് സാർ വാല്യൂ കൊടുത്തിട്ടുണ്ട്, 0.8 ആണ്. ഹെഡ് സാറ് ബോഡി സാറ് 0.8 ആണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇവിടെ പവർ ബട്ടനും വോളിയം റോക്ക് കീസും കാണാം. ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മൈക്രോ SD കാർഡ് സപ്പോർട്ട് ഇല്ല. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. നമുക്കിവിടെ കിട്ടുന്നത് ഒരു കേസാണ്, ഉണ്ടല്ലേ, സ്റ്റാൻഡേർഡ് TPU കേസാണ്. കുഴപ്പമില്ലാത്ത ഒരു TPU കേസ്. സൈഡിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുള്ള കട്ടും കാണാം. ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സിം ഇജക്റ്റ് പിന്ന് കാണാം. പിന്നെ നമുക്ക് ഫോണാണ്. ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം. ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി നമുക്ക് ചാർജറിലേക്ക് വരാം. ഇതാണ് നമ്മുടെ 120 വാട്ട് അഡാപ്റ്റർ. ഇതുണ്ടല്ലേ, 120 വാട്ട് ഹൈപ്പർ ചാർജാണ് വരുന്നത്. ഇവിടെ നമുക്ക് USB കേബിൾ കാണാം, USB ടൈപ്പ് A പോർട്ട് കാണാം. ഇതാണ് ചാർജർ. അപ്പോൾ ഇതിൻ്റെ കേബിളാണ്, സ്റ്റാൻഡേർഡ് USB ടൈപ്പ് C കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ചാർജ് ചെയ്താൽ മാത്രമേ 120 വാട്ട് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ് 5G. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിസൈൻ ലാംഗ്വേജിലേക്ക് വരാം. ഫോണൊന്ന് ബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിസൈൻ ലാംഗ്വേജിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ക്യാമറ യൂണിറ്റാണ്. ഇതൊരു മെറ്റൽ ചാസിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വൈറ്റ് കളറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സിൽവർ ചാസിയാണ് കൊടുത്തിരിക്കുന്നത്. 200 മെഗാ പിക്സൽ ക്യാമറ എന്ന് എഴുതിയാണ്. പിന്നെ ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡും പിന്നെ മാക്രോ സെൻസറുമാണ് വരുന്നത്. LED ഫ്ലാഷ് ആണ്. ഇവിടെ നമുക്ക് ക്യാമറേൻ്റെ ചുറ്റും ഒരു ക്രോം ഫിനിഷ് ഉണ്ട്. നല്ല ഒരു ലേ ഔട്ടാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഗ്ലാസ് ഫിനിഷാണ് വരുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ് ആണ്, കേർവ്ഡ് എഡ്ജസ് ആണ് 2 സൈഡും ഗ്ലാസിൻ്റെ. ഇതുണ്ടല്ലേ, 2 സൈഡും ഈവൻ താഴെയും മേളിലും 4 സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം കേർവ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടഫ് ആൻഡ് ഗ്ലാസ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു പവർ ബട്ടൺ, വോളിയം കീസ്. ഈ പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ മുകളിൽ സ്പീക്കേഴ്സ്, 3.5mm ഓഡിയോ ജാക്ക്, IR ബ്ലാസ്റ്റർ, താഴെ സ്പീക്കറും USB ടൈപ്പ് C പോർട്ടും, സിം ട്രേയാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സിം ട്രേയിൽ SD കാർഡ് സപ്പോർട്ട് വരുന്നില്ല. ഈ സൈഡിൽ ഓപ്പണിങ്സോ സ്ലോട്ട്സ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഫ്ലാറ്റ് പാനലാണ് വരുന്നത്. എല്ലാ സൈഡ്സും ഫ്ലാറ്റ് ആണ്. ഇവിടെ ഒരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്.
ഇത് നമുക്കിതൊന്ന് സെറ്റപ്പ് ചെയ്യാം. ഫ്രണ്ടിൽ നമുക്ക് ഒരു കിട്ടുന്നത് ഒരു ലാർജ് നല്ലൊരു ബെസൽലെസ് എക്സ്പീരിയൻസ് ആണ്. നമുക്കിവിടെ എന്താ പറയുക പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്, ഒരു 16 മെഗാ പിക്സൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം തന്നെ സെറ്റപ്പ് ചെയ്തിട്ട് ബാക്കി പറയാം. ഇവിടെ നമുക്ക് കാണാം ഇത് പഞ്ച് ഹോളിലും അതേപോലെ തന്നെ ബെസൽസിൻ്റെ കാര്യമാണെങ്കിൽ നല്ല മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് അധികം ഒന്നും നമുക്ക് കാണാനില്ല. അപ്പോൾ നമുക്കിതൊന്ന് ബൂട്ട് ചെയ്യാം. നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ നല്ല ഒരു AMOLED ഡിസ്പ്ലേയാണ്, 10 ബിറ്റ് AMOLED ഡിസ്പ്ലേയാണ്, HDR സപ്പോർട്ട് ഉണ്ട്, അതേപോലെ ഡോൾബി വിഷൻ ഉണ്ട്, ഡോൾബി അറ്റ്മോസും ഉണ്ട്. അപ്പോൾ രണ്ടും തന്നെ നല്ലൊരു കിടിലൻ സെറ്റപ്പാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ലൊരു വൈബ്രൻറ്റും ക്രിസ്പ് ഡിസ്പ്ലേ എന്ന് പറയും. നല്ല ടച്ച് റെസ്പോൺസ് ആണ്, 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. നമുക്ക് ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ റിഫ്രഷ് റേറ്റ് ഡീഫോൾട്ട് കാണാം, കസ്റ്റമർ റിഫ്രഷ് റേറ്റ് നമുക്ക് 60 120. അപ്പോൾ ഞാൻ 120ലേക്ക് മാറ്റിയിരിക്കുകയാണ്. വളരെ സ്മൂത്ത് റിഫ്രഷ് റേറ്റ് ആണ്, അതേപോലെ തന്നെ വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. നല്ല കളേഴ്സാണ് ഡിസ്പ്ലേയിൽ വരുന്നത്, കാരണം ഇത് AMOLED പാനലാണ്. അപ്പോൾ നല്ല വൈബ്രൻറ്റും ക്രിസ്പ് കളേഴ്സുമാണ്. അതിനൊപ്പം തന്നെ നല്ല പീക്ക് ബ്രൈറ്റ്നസ്സും അതേപോലെ HDR സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോൾബി വിഷനും ഉണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലും അതേപോലെ നല്ല OTT പ്ലാറ്റ്ഫോമിൽ കാണുന്ന നമുക്കിവിടെ നല്ല വൃത്തിയായി കാണാൻ സാധിക്കും, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയോടുകൂടി കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഡിസ്പ്ലേൻ്റെ പ്രത്യേകത. പിന്നെ ഇതിനകത്ത് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡറാണ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ ക്വാളിറ്റി. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറിലേക്ക് വരാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് MIUI 13 ആണ്, ആൻഡ്രോയിഡ് വേർഷൻ 12 ആണ് വരുന്നത്. 12 GB റാമും 3 GB അഡീഷണൽ റാമുമാണ് വരുന്നത്. പവർ ചെയ്തിരിക്കുന്ന ഡിമെൻസിറ്റീൻ്റെ 1080 ഒക്ടോകോർ പ്രോസസ്സറാണ്. അതൊരു പുതിയ 6 നാനോമീറ്റർ ചിപ്പാണ് നമുക്ക് പറയാം. ഇത് MIUI വേർഷൻ 13.0.2 സ്റ്റേബിൾ ആണ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സാധാരണ നമുക്ക് MIUIയിൽ കിട്ടുന്ന ഫ്ലോട്ടിംഗ് വിൻഡോ, സെക്കൻഡ് സ്പേസ്, ലൈറ്റ് മോഡ്, അതേപോലെ നമുക്ക് അഡീഷണൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് ബോൾ 1 ഹാൻഡഡ് മോഡ്, മെമ്മറി എക്സ്റ്റൻഷൻ ഫീച്ചർ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഒരു ടിപ്പിക്കൽ MIUI എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെയും നമുക്ക് വരുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇത്തവണ ആഡ്സ് ഒക്കെ കുറവാണ്, റിലേറ്റീവ്ലി നല്ല കുറച്ചിട്ടുണ്ട്. പിന്നെ ഇത്തവണത്തെ UIയിൽ ആഡ്സ് ഉണ്ടാവില്ല എന്നും കമ്പനി അവകാശപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ആ ഒരു എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്തും ആഡ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇതാണ് സോഫ്റ്റ്വെയർ ഡിസ്പ്ലേ പറയുന്നത്. ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ഇതിനകത്ത് പ്രൈമറി ക്യാമറയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. 200 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. അതേപോലെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സലും പിന്നെ ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡും മാക്രോ സെൻസറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മാക്രോ ട്രിഗർ ചെയ്യാവുന്നതാണ്. വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ് ടു 4K 30 FPS ഉണ്ട്, 1080p 60 FPS ഉണ്ട്, 1080p 30 FPS ഉണ്ട്. അപ്പോൾ അത് 4K ഇത്തവണ സപ്പോർട്ടഡ് ആണ്. കഴിഞ്ഞ വർഷം സ്നാപ്ഡ്രാഗൺ 695 4K ഉണ്ടായിരുന്നില്ല. ഇത് ഇത്തവണ ഒപ്റ്റിക്കലി ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല സ്റ്റേബിൾ ഫുട്ടേജ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല. പിന്നെ പ്രോ മോഡ് ഉണ്ട്, ഡോക്യുമെൻറ്റ് മോഡ് ഉണ്ട്, അതേപോലെ ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അൾട്രാ HD, പാൻഡ്രോമ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സ്, AI വാട്ടർമാർക്ക്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. ഇനി 200 മെഗാ പിക്സൽ ക്യാമറേൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇത് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനാണ്. നമ്മൾ ഡീറ്റെയിൽ ആയി ടെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് പറയാം ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെ Redmi Note 12 Pro Plus 5Gൻ്റെ 200 മെഗാ പിക്സൽ ക്യാമറയിൽ നിന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ക്യാമറ. ഡീറ്റെയിൽ ആയി ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വേർഡിക്റ്റ് പറയാം. പിന്നെ ഇതിനകത്ത് വരുന്നത് 4980 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് 210 വാട്ട് 120 വാട്ട് ഹൈപ്പർ ചാർജാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചാർജിങ് സ്പീഡ് അറൗണ്ട് 19 മിനിറ്റ്സ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. 0 to 100% അറൗണ്ട് 19 മിനിറ്റ്സ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. എങ്കിലും വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് Redmi Note 12 Pro Plus 5G. അപ്പോൾ അതേപോലെ തന്നെ നല്ല ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. Dimensity 1080 നല്ലൊരു ചിപ്പാണ്. പുതിയൊരു ചിപ്പാണെങ്കിൽ നല്ല പവർഫുൾ ചിപ്പാണ്. അറൗണ്ട് 5 lakhs പ്ലസ് ആൻറ്റിറ്റ്യൂഡ് സ്കോറുള്ള ഒരു ചിപ്പും കൂടിയാണ്. നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്ത് ഇതിനെക്കുറിച്ച് വിശദമായി പറയാം. എങ്കിലും നല്ല ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡിവൈസായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ പ്രൈസിങ് പ്രോബ്ലി 20,000 to 25,000 ഉള്ളിലായിരിക്കും എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസിങ് അറിയില്ല. എങ്കിലും ഞാൻ പ്രൈസിങ് കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം കമൻറ്റ് സെക്ഷനോ അല്ലെങ്കിൽ ടൈറ്റിലോ. അപ്പോൾ ഇതാണ് Redmi Note 12 Pro Plus 5Gൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.